എന്നാൽ ഇവിടെ വെച്ചതാണല്ലോ ഇത്. എവിടെ പോയത്? എന്താ അമ്മായി നോക്കുന്നേ? അല്ല പോലെ ഞാൻ ഇവിടെ ഒരു ആപ്പിള് വെച്ചായിരുന്നു. ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഫോണ് കണ്ടായിരുന്നോ? അത് ഞാൻ കഴിച്ചു. ആ, കഴിച്ചായിരുന്നോ? ആ, കുഴപ്പമില്ല. ഞാനേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാ തണുപ്പ് പോകാൻ വേണ്ടിട്ട്. എനിക്ക് തണുപ്പുള്ളത് കഴിച്ച അപ്പൊ തന്നെ തൊണ്ടയ്ക്ക് വേദന വരും. അതുകൊണ്ടിട്ട് തണുപ്പ് പോട്ടേന്ന് പുറത്തെടുത്ത് വെച്ചതായിരുന്നു. ആ, മോള് കഴിച്ചല്ലേ? ആ, ആ. അയ്യോ, സോറി അമ്മായി. അമ്മായി കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നോ? ഞാനത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ എടുത്ത് കഴിച്ചു. ഞാൻ വിചാരിച്ചു കണ്ണനങ്ങാനും വെച്ച് മറന്നു പോയതായിരിക്കുന്നു. ആഹാ, അല്ല അത് സാരമില്ല. ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഞാൻ വെച്ചില്ലേ, എനിക്ക് വെച്ച പോലെ തോന്നിയതാണോന്ന്. ഇപ്പൊ കഴിച്ചു പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉം. ഒന്ന് ചോദിക്കായിരുന്നു മോളെ. എടുത്ത് കഴിക്കുമ്പോഴേ ഞാൻ മിഞ്ഞാന്ന് ടൗണിൽ പോയപ്പോ മേടിച്ചത് ആപ്പിള്. യോ, കിലോയ്ക്ക് 360 രൂപ. ഓ, ഞാൻ മേടിച്ച ആകെ 4 കിട്ടിയുള്ളൂ. എന്തൊരു വില എന്റെ ദൈവമേ! ആപ്പിളിനകത്ത് വല്ല സ്വർണ്ണവും ഇടിപ്പുണ്ടോന്ന് ആർക്കറിയാം. മോള് മേടിച്ചോ? ആ, ആ, മോള് പഠിച്ചു കഴിഞ്ഞില്ലേ? ആ അമ്മായി, നാളെ എനിക്കൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ആ, 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 എന്നാ പിന്നെ പഠിച്ചോ. ഞാനേ കുറച്ച് തേങ്ങ ചിരകാനുണ്ടായിരുന്നു. അപ്പൊ അത് ചിരകി തരുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ മോളെ അന്വേഷിച്ച് വന്നതേ. അമ്മയുടെ കൈയിന്റെ കുഴക്ക് രണ്ടും ഭയങ്കര വേദന കുഞ്ഞേ. തേങ്ങയൊന്നും ചിരണ്ടാൻ വയ്യ. പിന്നെ തേങ്ങ അരയ്ക്കാതെ വല്ലതും ഉണ്ടാക്കിയാൽ നിന്റെ അമ്മാവ് കൂട്ടുവോ? കൂട്ടിയല്ല. അത് മാത്രമാണോ സിങ്കിൽ എന്തോരം പാത്രമൊക്കെ കഴുകാൻ വേണ്ടിട്ട് കിടക്കുന്ന ഒരു കുന്ന് പാത്രമുണ്ട്. അതിങ്ങനെ നിന്റെ അമ്മാവിന് ചോറിന് കറി കൊടുക്കുമ്പോ ഓരോന്നും ഓരോ പ്ലേറ്റിൽ കൊടുക്കണ്ടേ? അത് മാത്രമാണോ കൂട്ടാൻ വെച്ചതും കടുക് പൊട്ടിച്ചതുമായ പാത്രത്തോട് പാത്രം എല്ലാം കൂടെ സിങ്കിനകത്ത് കിടക്കുക. ആ, ഇനിയിപ്പം എല്ലാം അമ്മായി തന്നെ ചെയ്തോളാം. വയ്യ എന്നാലും ഓ, കഴുത്തിനൊക്കെ എന്തൊരു വേദന എന്റെ കുഞ്ഞെ. ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. മോക്ക് പഠിക്കാനില്ലേ? അയ്യോ, അത് കുഴപ്പമില്ല. ഞാൻ വന്ന് ചെയ്തു തരാം അമ്മായി. ഞാൻ വരുവാ. അയ്യോ, വേണ്ട വേണ്ട. പരീക്ഷയാണെങ്കിൽ പഠിച്ചോ. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അമ്മ എന്നെ കൊല്ലും. അതുകൊണ്ട് പഠിച്ചോ. അമ്മായി ചെയ്തോളാം. അമ്മനെ പറ്റിയേല. ആ, എന്തിയും വരിഞ്ഞും ഒക്കെ പറ്റുന്ന പോലെ ചെയ്തോളാം. അതൊന്നും സാരമില്ല. പണി ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് പഠിക്കാലോ. സമയമുണ്ടല്ലോ. ആണോ? ആ, അല്ലെങ്കിൽ രാത്രി സമയമുണ്ടല്ലോ ഇരുന്ന് പഠിക്കാൻ. ഇഷ്ടം പോലെ സമയം. രാത്രി പിന്നെ ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ആ, എന്നാ പിന്നെ മോളുവാ. ആ, അയ്യോ, ഇത് മുഴുവൻ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും? ആ, ഇന്ന് രാത്രി ഏതായാലും ഉറങ്ങണ്ട. ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ എക്സാമിന് തോറ്റു പോകും. മോളെ വാ. ആ, വരുവാ അമ്മായി, വരുവാ. അമ്മായി, സിങ്കിന്റെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരവി കഴിഞ്ഞിട്ട് പഠിക്കണം. കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടിട്ട്. ആ, ഏതായാലും കുഞ്ഞ് പഠിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോകുന്നതല്ലേ. എങ്കിൽ പിന്നെ തേങ്ങ ചെരുകിട്ട് ആ മുറ്റവും കൂടെ ഒന്ന് അടിച്ചിടും മോനെ. എന്റെ ദൈവമേ, മുറ്റത്ത് എന്തോ ഒരു കരിയില എന്റെ കൊച്ചെ. ഈ മഴ ആയതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് പറ്റി പിടിച്ച് കിടക്കും. അടിച്ചു കഴിഞ്ഞാൽ പോയിരുന്നേ. അമ്മായിയുടെ നടു പോയിട്ട് വർഷം 3 ആയി. നടുവും കൊണ്ട് ഒന്നിനും മേലെ കുഞ്ഞെ എങ്ങനെ ഏറ്റ് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആ, അല്ല കുഞ്ഞെ, ഇന്നലെ ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരോട് മോള് സംസാരിച്ചുകൊണ്ട് നിന്നോ? നമ്മുടെ അപ്പുറത്തെ രമണിയെ ഷുഗറിന്റെ ഗുളിക മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അന്നേരം ഇങ്ങനെ ആരോടെ മോള് സംസാരിച്ച് നിൽക്കുന്ന കണ്ടു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. പരിചയക്കാർ വലുതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചേ. ഞാൻ പറയാൻ അറിയത്തില്ല, മോള് വരുമ്പോ ചോദിക്കാന്ന് പറഞ്ഞു. ആ, അതമ്മായി എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചേട്ടനാ. അപ്പൊ അവൾ ഇന്നലെ ലീവായിരുന്നു. അപ്പൊ എന്റെ ഒരു നോട്ട്ബുക്ക് അവളുടെ കയ്യിലായി പോയി. അപ്പൊ അത് അവൾ അവളുടെ ചേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് അത് തരാൻ വേണ്ടിട്ട് വന്നതാ. എന്റെ മോളെ, സത്യം എന്താന്ന് ഇപ്പൊ നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. കാണുന്നവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. ഈ നാട്ടുകാരുടെ പ്രത്യേക ടൈപ്പാന്നേ. ആ, അതുകൊണ്ടിട്ട് ഈ പരിചയമില്ലാത്തവരോടൊക്കെ ടൗണിൽ നിന്ന് ഇങ്ങനെ ആണുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഒന്നും മോള് ശ്രദ്ധിക്കണം. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഇപ്പൊ ഞാനായതുകൊണ്ട് മോളോട് കാര്യം ചോദിച്ചു. അമ്മാവനാണെങ്കിൽ 2 എണ്ണം തന്നിട്ടേ കാര്യം അന്വേഷിക്കുള്ളൂ. ആരെങ്കിലും കണ്ട അമ്മാവനോട് ചെവിയിൽ എത്തിച്ചു കഴിഞ്ഞാലേ കേട്ടോ, മോള് ശ്രദ്ധിക്കണം. ആ, ആ, ഗിരിജയായിരുന്നോ? വാടി, കേറുവാ. അയ്യോ, ഇരുന്ന് വർത്താനം പറയാനൊന്നും നേരമില്ലെന്നേ. പോണം, തിരക്കാ. അത് ശരി, നീ പോവാന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് ഓടി വന്നേ. ഞാനേ നമ്മുടെ ബിന്ദുവിന്റെ മോളുടെ കല്യാണത്തിന് പോകണ്ടേ ഞായറാഴ്ച. അപ്പൊ നമ്മളോടൊക്കെ ചെറുക്കന്റെ വീട്ടിലോട്ടൊക്കെ പോകാൻ പറഞ്ഞിട്ടില്ലേ? ഞാനപ്പൊ നീ പോകുന്നില്ലേ? ഞാൻ എന്നതാ കൊടുക്കുന്നതെന്നൊക്കെ അറിയാൻ വന്നതാ. ഞാൻ ഇന്നലെ ആണെങ്കിൽ പോയിട്ട് ഒരു കുഞ്ഞു മോതിരം മേടിച്ചു. ഇത് ദൈവമേ, എന്നാ വിലയാ! കുഞ്ഞു മോതിരവാ. നീ എന്നാ കൊടുക്കുന്നേ? എന്റെ ഗിരിജയെ, ഞാൻ പോകുന്നില്ലടി. ഇത് ദൈവമേ, പോകുന്നില്ലെന്നോ? അത്രയും കാര്യമായിട്ട് വന്നിട്ട് കല്യാണം വിളിച്ചിട്ട് പോകുന്നില്ലെന്നോ? പോണോന്നൊക്കെ ഉണ്ട്. നിനക്കറിയത്തില്ലേ, മൂപ്പരുടെ പെങ്ങടെ മകളെ ഇവിടെ കൊണ്ടുപോയി നിർത്തിയേക്കുന്നത്. പെണ്ണിന്റെ കോളേജ് ഇവിടെ അടുത്തല്ലേ.
അപ്പം അവര് ഹോസ്റ്റലിൽ നിർത്താന്ന് പറഞ്ഞതാ. ഓ എന്റെ കെട്ടിയൊരു പറ്റിയല്ല, പെങ്ങടെ മോളെ ഇവിടെ തന്നെ നിർത്തണം. അതുകൊണ്ട് എനിക്ക് പണിയായി. ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് എനിക്ക് അതുകൊണ്ട് മാറാൻ പറ്റിയില്ല. ഇതിനെ നോക്കിയിരിക്കണ്ടേ. എന്റെ അപർണയും കണ്ണനും ആണെങ്കിൽ എന്ത് കൊടുത്താലും കഴിച്ചോളൂ. അതിപ്പോ ചോറ് ഇച്ചിരി മുളക് ചാലിച്ച് കൊടുത്താലും കഴിച്ചോളൂ. ഇതിന് ഇമ്പം നോട്ടമല്ലേ. നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ മാമ ഇറങ്ങുള്ളൂ. ഓ പണിയെടുത്ത് ഞാൻ മടുത്ത്. പറയാൻ ആരുണ്ടെങ്കിലും പറയാൻ പറ്റും. ഓ അത് ശരി. അതല്ല പെണ്ണെ, പിന്നെ വല്ല പണിയൊക്കെ എടുക്കുവോ? പണിയെടുക്കാൻ കൂടും. അയ്യോ ഒരു ഉള്ളി പൊളിക്കാൻ പോലും കൂടിയല്ല. എന്റെ അപർണ മോളൊക്കെ ആണെങ്കിലോ അതിനെ കെട്ടിച്ചോ വിടുന്നോളം വരെ എനിക്ക് സുഖമായിരുന്നു. രാവിലെ എല്ലാ പണിയെടുക്കാനൊക്കെ കൂടിയിട്ടായിരുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഓ ഇതിനൊക്കെ അത് വളർത്തു ദോഷം. ഇതൊക്കെ അമ്മമാര് വേണ്ടേ വളർത്തി വിടാൻ വേണ്ടിട്ട്. എന്നാ ഇത് സ്വന്തം വീടല്ല, എന്റെ അമ്മാവന്റെ വീടാണ്. എന്നൊക്കെ ഒരു ചിന്ത വേണ്ടേ. എന്റെ കഷ്ടകാലം അത് പറഞ്ഞാ മതി. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ നോക്കാൻ നിന്നിട്ടല്ലേ. ഞാൻ നിന്നേ പറയത്തുള്ളൂ. ഞാൻ വല്ലതും ആയിരിക്കണായിരുന്നു. പോയി പണി നോക്കാൻ വേണമെങ്കിൽ അവനവന്റെ മക്കളെ അവനോ നോക്കാൻ പറഞ്ഞേനെ. ഞാൻ നോക്കാൻ വേണ്ടി നീ നിന്നിട്ട്. പക്ഷെ നീ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ തന്നെ പോകാൻ ഭയങ്കര മടിയാന്നേ. നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൂട്ടാവുമല്ലോ. അയ്യോ പോകാതിരിക്കരുത്, എന്തായാലും പോണം. പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം എന്നോട് കേട്ടോ. വീടൊക്കെ എങ്ങനെയുണ്ട്, ചെറുക്കന്റെ വീടൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പോയി എല്ലാം കേറി കണ്ടിട്ടൊക്കെ പോന്നാ മതി കേട്ടോ. എന്നാ പിന്നെ ശരി എന്നാ. ആ പിന്നെ ബിന്ദുവിന്റെ മോളുടെ കല്യാണത്തിന് ഞാനിപ്പോ പോകും. എന്റെ മോളുടെ കല്യാണത്തിന് വന്നിട്ട് അവൾ 500 രൂപയെന്ന് തന്നേച്ച് പോയവളം. ആ 500 രൂപ എന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. 500 രൂപ, 500 രൂപയ്ക്ക് എന്തോ കിട്ടും ഈ കാലത്ത്. പോകുന്നില്ല. ആ ശരി 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 ശരി. അപർണയാ വിളിച്ചതേ. നിന്നെ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു നീ പോകാൻ വേണ്ടി ഇറങ്ങിയോ? അമ്മായി പോട്ടെ. ഇത് ചോറൊക്കെ പിന്നെ മുഴുവനും കഴിച്ചോണം, ഒരു പോലും കളയരുത് കേട്ടല്ലോ പറഞ്ഞത്. ചമ്മന്തിയും വെച്ചിട്ടുണ്ട്, പപ്പടവും വെച്ചിട്ടുണ്ട്. മുട്ട 2 ഉണ്ടായിരുന്നുള്ളൂ മോളെ. അത് പിന്നെ കണ്ണന് പൊരിച്ചു കൊടുത്തു. കണ്ണന്റെ സ്വഭാവം നിനക്കറിയാലോ. ചമ്മന്തിയും പപ്പടം ഒന്നും കൂട്ടി അവൻ ചോറ് തിങ്ങിയരാം. അതുകൊണ്ടിട്ട് പിന്നെ ആ മുട്ട അവന് പൊരിച്ചു കൊടുത്തു. മോള് പിന്നെ എന്താണേലും കൂട്ടി ചോറ് കഴിച്ചോളൂല്ലോ. കഴിക്കണം കേട്ടോ. അതൊന്നും സാരില്ല, അതൊക്കെ മതി കറി. പിന്നെ പഠിച്ചോ? ഇന്ന് പരീക്ഷയല്ലേ? പഠിച്ചു തീർത്തു. ഇന്നലെ കിടന്നപ്പോ 3 മണിയായി. പിന്നെ രാവിലെ ഏറ്റതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെയാണ് പഠിക്കണമെന്ന് വിചാരമുള്ള പിള്ളേര്. കഷ്ടപ്പെട്ട് പഠിക്കും. മോള് പിന്നെ മിടിക്കുകയല്ലേ. എന്നാ പിന്നെ ശരി മോളെ, ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ. താങ്ക് യു അമ്മായി. പോട്ടെ. ഇതെന്താ ഇന്ന് ലേറ്റ് ആയത്? മണി 5:30 ആവാറായല്ലോ. ഞാനങ്ങ് പേടിച്ചു പോയി നിന്നെ കാണാനിട്ട്. ആരെ എന്താ വിളിക്കണ്ടേന്നൊട്ട് നമ്പറും ഇല്ല. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അമ്മായി ഇന്ന്. എന്റെ ദൈവമേ, സ്പെഷ്യൽ ക്ലാസ് വെക്കാൻ വേണ്ടി വല്ല 10ാം ക്ലാസ്സും +2 ആണോ? എന്റെ അപർണ മോളൊന്നും ഇന്ന് വരെ പഠിക്കാൻ പോയിട്ട് 4:30 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ആ പെങ്കൊച്ച് വീട്ടിൽ കയറുമായിരുന്നു. എന്റെ മോളെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ 4:30-ന് ശേഷം വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടങ്ങ് പേടിച്ചു പോയി. അയ്യോ അമ്മായി, ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല. ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് നേരത്തെ അറിയിച്ചില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ട് പോവാനും പറ്റിയില്ല. എന്ത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും അപർണയൊക്കെ ടീച്ചറോട് പറയായിരുന്നു, ടീച്ചറെ എനിക്ക് സന്ധ്യ ആവുന്നതിന് മുമ്പ് വീട്ടിൽ പോകണമെന്ന് പറയുമായിരുന്നു. എന്നിട്ടും കൊച്ചിനെ അവിടെ പിടിച്ചു വെക്കുവാണെങ്കിൽ അവർക്ക് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം ടീച്ചേഴ്സിന്. ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന്. ഈ ടീച്ചർമാർ അങ്ങനെയാന്നേ. പഠിപ്പിക്കേണ്ട സമയത്ത് അവര് എവിടെയെങ്കിലും ഒക്കെ കറങ്ങാനോ ടൂറിനോ ഒക്കെ പോകും. എന്നിട്ട് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് അവരുടെ നേരത്തിനൊരു പഠിപ്പീര. അയ്യോ എന്റെ അമ്മായി, രേഖാ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. മിസ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാ. പിന്നെ എക്സാം ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലാസ് മിസ്സായി പോയല്ലോ. അതുകൊണ്ടിട്ട് പിന്നെ ക്ലാസ് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് വെച്ചതാ. പിന്നെ എന്നാന്ന് എന്റെ അപർണ മോള് പഠിക്കുമ്പോ അത് അമ്മായി, അപർണേച്ചി ഡിഗ്രി പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. അത് പിന്നെ അവള് ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോ അല്ലേ അവൾക്ക് ചിക്കൻ ബോക്സ് വന്നത്. പിന്നെ പരീക്ഷയ്ക്കൊന്നും പഠിച്ചുമില്ല, എഴുതിയുമില്ല. അങ്ങനെ തോറ്റും പോയി. പിന്നെ അവൾക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിട്ട് മടിയായി. അതുകൊണ്ട് പിന്നെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടതല്ലേ. അല്ല, രാവിലെ നീ മുറിയിലെ ലൈറ്റ് ഓഫ് ആക്കാതെയാ പോയത് അല്ലേ? ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാ പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, ഓഫ് ആക്കിയിട്ട് തന്നെ പോയത്. അപ്പൊ അമ്മായി നുണ പറയാന്നാണോ മോള് പറയുന്നത്? ബാത്റൂമിലെ മുറിയിലെ ഒക്കെ ലൈറ്റ് ഓണായി കിടക്കുമായിരുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, അമ്മാവനെങ്ങാനും കണ്ടാൽ ഇവിടെ പുകിലുണ്ടാക്കും. അയ്യോ, ഞാൻ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുറിയിൽ കയറി അന്നേരം ലൈറ്റ് ഇടുക, ഇറങ്ങുമ്പോ തന്നെ ലൈറ്റ് ഓഫ് ആക്കും. ലൈറ്റോ ഫാനോ ഓണായി കിടക്കുന്ന കണ്ടാല് കണ്ണം പോലും അമ്മാവനെ പഠിച്ച് ശ്രദ്ധിച്ചിട്ടേ കറണ്ട് ഉപയോഗിക്കൂടെ. ഇപ്രാവശ്യം കറണ്ട് ബില്ല് വന്നത് 1200 രൂപ. മോളിപ്പോ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. എന്നിട്ട് ആദ്യം വന്ന കറണ്ട് ബില്ല. അതിനു മുന്നേ ഒക്കെ കറണ്ട് ബില്ല് ഞങ്ങൾക്ക് ഇവിടെ 700-750 രൂപ. അതിൽ കൂടുതലായിരുന്നു. ഇപ്പൊ മോളെന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഈ അയൺ ചെയ്തിട്ടൊക്കെയല്ലേ പോകുന്നതേ. അപ്പൊ തേപ്പൂട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോ ഭയങ്കര കറണ്ട് ബില്ലാവുന്നാ പറയുന്നത്. ഇനി രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ ലൈറ്റും ഫാനും ഒക്കെ അതുകൊണ്ടിട്ടാ ഇങ്ങനെ കറണ്ട് ബില്ല് കൂടുതലായത്. എന്റെ ദൈവമേ, കറണ്ട് ബില്ല് കണ്ടിട്ട് കണ്ണങ്ങ് തള്ളിപ്പോയി. ഇതിന് മാത്രം ഇവിടെ എണ്ണ ഉപയോഗിച്ചിട്ടാന്ന് ഓർത്തെ. മതി അമ്മായി കണക്ക് പറയുന്നത്.
കേട്ട് കേട്ട് മടുത്തു. ഞാൻ എന്ത് ചെയ്താലും അമ്മായി ഈ കണക്ക് പറച്ചില്ല. ഞാൻ എന്റെ വീടല്ലല്ലോ, അമ്മാവന്റെ വീടല്ലെന്ന് വിചാരിച്ചിട്ടാ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കുന്നത്. പക്ഷെ അമ്മായിയുടെ ടോർച്ചറെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം അമ്മായി. ഞാനിവിടെ ഇനി നിൽക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റൂല ഇവിടെ നിൽക്കാൻ. എന്റെ കുഞ്ഞ് അതിന് മാത്രം ഞാനിത് എന്നാ ചെയ്തെന്ന് ഈ കുഞ്ഞി പറയുന്നേ? ഞാനിപ്പോ താമസിച്ച് വന്നതിന് വഴക്ക് പറഞ്ഞതിനാണോ? അതിപ്പോ ഞാൻ എന്റെ അപകടങ്ങളാണെങ്കിലും ഞാൻ വഴക്ക് പറയും. എന്റെ സ്വന്തം പോലെ കണ്ടിട്ട് ഞാൻ മോളോട് പറയുന്നത്. അത് മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ എന്റെ പൊന്നു കുഞ്ഞെ എന്റെ സ്വന്തമാണല്ലോ എന്ന് ഓർത്തിട്ട് സ്വന്തം പോലെ കണ്ടിട്ടാണുള്ള വർത്താനം അമ്മായി പറയരുത്. ഞാന് ബുദ്ധിയില്ലാത്ത പൊട്ടത്തിയൊന്നും അല്ല. എനിക്ക് മനസ്സിലാകും കാണിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം വാല് പോലെ മോളെ മോളെ എന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ മോളെ എന്നുള്ളത് നല്ലൊരു വാക്കാ. അതങ്ങനെ വെറുതെ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു വാക്കൊന്നും അല്ല അമ്മായി. ഞാൻ പിന്നെ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുവാ. വീട്ടിൽ വെറുതെ വിളിച്ചു പറഞ്ഞ് എന്തിനാ ബന്ധങ്ങൾ വെറുതെ തകർക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. ഞാനിത് കേക്കണം എന്റെ ദൈവമേ, ഞാനിത് കേക്കണം. എന്നാ പിന്നെ ഭർത്താവിന്റെ പെങ്ങടെ മോളാ. അതിന് ഞാൻ ഇവിടെ ഹോസ്റ്റലിലൊന്നും നിർത്താണ്ട് ഇവിടെ നിർത്തി പൊന്നുപോലെ നോക്കിയിട്ട് ഈ പറയുന്നൊക്കെ ഞാൻ കേക്കണം. എല്ലാവരും ഇങ്ങനെ തങ്കം പോലെ കൊണ്ടുവരുന്ന നോക്കുവോ? ഇതിന് ഞാൻ കേക്കണം. ഇതിന് മാത്രം ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് എന്റെ ദൈവമേ? അങ്ങനെ എങ്ങനെ തന്നെ കിട്ടണം. പക്ഷെ ഇനി എന്തായാലും എനിക്ക് പറ്റൂല. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞോളാം. നാളെ തന്നെ ഇവിടുന്ന് മാറിക്കോളാം. അയ്യോ എന്റെ ദൈവമേ, വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതിന് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടാ കൊച്ചെ നിന്നോട്? എന്തെങ്കിലും കണ്ട അമ്മായി പറയും. അല്ലാണ്ട് അമ്മായിക്ക് ഒന്നും മനസ്സിലൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയേക്കുവാ നാത്തൂനെ. 2 മാസം എന്റെ മോളെ എവിടെയിട്ട് കൊല്ലാക്കൊല ചെയ്യിച്ചതിനെ ഞാനൊന്നും പറയുന്നില്ല. കാരണം നാത്തൂന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമായിട്ടും എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തിയില്ലേ, അതിന് എന്നെ ആദ്യം തല്ലണം. എന്റെ പൊന്നു സുജാതെ, നീ നിന്റെ മകള് പറയുന്ന കേട്ടിട്ടാണോ എന്നോട് ഇങ്ങനെ ചൂടാകുന്നത്? ആ പെങ്കൊച്ചിന് ഇവിടെ നിൽക്കാൻ കഴിയല്ല, അത്ര തന്നെ. ഹോസ്റ്റലിൽ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് അവിടെ നിൽക്കണം. അതാകുമ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഒന്നും കാണാനും കേൾക്കാനില്ല, തോന്നിയ പോലെ നടക്കാം. അതിനു വേണ്ടിട്ട് നിന്റെ മോള് നുണ പറയുന്നത് ഓരോന്ന്. അത് നീ അങ്ങ് വിശ്വസിക്കരുത്. അവള് വെറുതെ പറയുന്നതായിരിക്കും. നീ അത് കേട്ട് വെറുതെ തുള്ളാൻ നിൽക്കാതെ എന്റെ പെങ്ങളെ. അത് തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചേട്ടാ. ചേട്ടൻ എന്താഞ്ഞിട്ടാ ഈ പറയുന്നത്? എന്റെ മോൾ ഇവിടെ കിടന്ന് അനുഭവിച്ചത് മുഴുവൻ അവൾ എന്നോട് എണ്ണി എണ്ണി പറഞ്ഞപ്പോഴേ ഞാൻ കരഞ്ഞുപോയി. അതൊക്കെ സത്യമാണെന്ന് ഏത് പൊട്ടനും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് എന്റെ കുഞ്ഞ് ഇവിടെ കിടന്ന് അനുഭവിച്ചു. മാസം 10,000 രൂപ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരുന്നില്ലേ? എന്നിട്ട് എന്റെ കുഞ്ഞ് നിന്ന ആപ്പിളിന് പോലും നിങ്ങൾ കണക്ക് പറഞ്ഞില്ലേ? അവൾ ഉപയോഗിച്ചിരുന്ന കരണ്ടിന്, അതിന്, ഇതിന് എല്ലാത്തിനും കണക്ക് പറഞ്ഞ് ഒരമ്മായിയമ്മ പറയുന്നതിനും കഷ്ടമായിട്ട്. നീ ഇവളുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ട് കൊടുത്തോ? എന്തിന്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ശരി. അപ്പൊ എന്റെ പൊന്നാങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. ആങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ 2 മാസം കൊണ്ട് ഓരോ മാസം 10,000 രൂപ വെച്ച് 20,000 രൂപ അയച്ചു കൊടുത്തു. 2 മാസം എന്റെ മോൾ ഇവിടെ നിന്നേന്. അല്ലാണ്ട് വെറുതെ ഇവിടെ കൊണ്ട് നിർത്തിയതാന്ന് വിചാരിച്ചോ? ഹോസ്റ്റലിൽ എനിക്ക് ഇതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ആകുമ്പോ നല്ല ഭക്ഷണം കഴിച്ച് അമ്മാവനും അമ്മായും കൂട്ടുമുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാ ഇവിടെ കൊണ്ടേ ആക്കിയത്. എടി പന്ന മോളെ, അടിച്ച് നിന്റെ മുത്തി ഞാൻ പൊളിക്കും. തല്ലാനും കൊല്ലാനും ഒന്നും ഏതായാലും ഇപ്പൊ നിക്കണ്ട. ഞങ്ങൾ പോയിട്ട് എന്താന്ന് വെച്ചാൽ അയക്കോ. മോളെ കഴിഞ്ഞില്ലേ? വരുന്നമ്മേ, വരുന്നു. ആ ഹോസ്റ്റലിൽ നിർത്താൻ പോയി എന്റെ കുഞ്ഞിനെ ഇവിടെ നിർബന്ധിച്ചിട്ടാണ്, നാത്തു നിർബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തിയത്. അന്ന് എന്തൊക്കെ എന്നോട് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒത്തിരി ദൂരം അവിടുന്ന് വരാൻ വേണ്ടിട്ട്. പിന്നെ പെണ്ണിന് എവിടെയാണെങ്കിൽ ബിടെക്കിന് കിട്ടുകയും ചെയ്തു. പിന്നെ അവള് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്തൊരു സീറ്റല്ലേ. അപ്പൊ പിന്നെ പഠിക്കാൻ വിടാതിരിക്കാനും പറ്റിയല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഏകദേശം വെളുപ്പിന് ഒരു 6 മണിയാകുമ്പോ ഇറങ്ങേണ്ടി വരും, സമയത്ത് കോളേജിൽ എത്തണമെങ്കിലേ. ഇനിയിപ്പം എന്തായാലും ഹോസ്റ്റലിൽ നിർത്താന്നാ വിചാരിക്കുന്നത്. ഹോസ്റ്റലിൽ കൊണ്ട് നിർത്താനോ? എന്റെ പൊന്നു സുജാതെ, ഇവിടുന്ന് 2-2.5-3 കിലോമീറ്ററേ ഉള്ളൂ കോളേജിലേക്ക്. ഇവിടെ നിന്റെ ആങ്ങളുടെ വീടുള്ളപ്പോ പിന്നെ നീ എന്നത്തിന് കൊച്ചിനെ കൊണ്ട് ഹോസ്റ്റലിൽ നിർത്തുന്നത്? ഇവിടെ നിർത്തിയാൽ മതി. ഇവിടുന്ന് അവിടെ പോയിട്ട് വന്നോളിയല്ലേ. പിന്നെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വേണമെങ്കിൽ അങ്ങോട്ട് വന്നോട്ടെ. അതും വരണമെന്നൊന്നുമില്ല. അയ്യോ, ഇവിടെ നിർത്തിയാൽ നാത്തൂനൊരു ബുദ്ധിമുട്ടാവുന്നേ. പിന്നെ അവക്കവിടെ ഒരുപാട് പഠിക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ നാത്തൂൻ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്യണ്ടേ. അപ്പൊ പിന്നെ ഇവിടെ നിർത്തിയാൽ ബുദ്ധിമുട്ടാവും. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ എന്റെ സുജാതെ? നീ അങ്ങനെയാണോ എന്നെ വിചാരിച്ചേക്കുന്നത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ ആകുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി പെറുക്കിയൊക്കെ കൊടുത്ത് നോക്കുകയൊക്കെ ചെയ്യും. ഈ ഹോസ്റ്റലിലൊക്കെ ഭക്ഷണം ഒന്നും കൊള്ളി തരുന്നേ. സാമ്പാറാന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നതിനകത്ത് കുറെ ചാറും കാണും, അറ്റത്തങ്ങായ ഒരു കുഞ്ഞു കിഴങ്ങിന്റെ കഷ്ണവും കാണും. വേറെ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഭക്ഷണമൊക്കെ പെണ്ണാകെ അങ്ങ് കുറഞ്ഞു പോകും കൊണ്ട് ഹോസ്റ്റലിലൊക്കെ നിർത്തിയാല്. ഇവിടെ നിന്നോട്ട് ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊരു മകളുണ്ടായിരുന്നതിനെ കെട്ടിച്ചു വിട്ടു. ഇനിയിപ്പോ ഉള്ള ഒരു മകനാ. എനിക്കൊരു പെങ്കൊച്ചു പോയതിന്റെ അപ്പടി വിഷമം. അപ്പൊ ഇവള് വരുവാണെങ്കിൽ എനിക്ക് ഒരു കൂട്ടുവായില്ലേ. കണ്ണനുണ്ടെന്ന് പറഞ്ഞാൽ ഏത് നേരം കൂട്ടുകാരോടെ കറങ്ങാൻ പോകും കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ. എന്നാ പിന്നെ ഇവിടെ നിർത്താൻ തോന്നല്ലേ.
ഇതുവരെ ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിക്കാത്തത് കൊണ്ടേ അവിടെ എന്താവും, പിന്നെ എങ്ങനത്തെ പിള്ളേരാ റൂമിലൊക്കെ ഉണ്ടാകുന്ന ഭക്ഷണമൊക്കെ ഓർത്ത് എനിക്കൊരു ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ വന്നാ പിന്നെ ഇവിടെ നിർത്താന്നാ. ആ, നീ ധൈര്യമായിട്ട് കൊച്ചിനെ ഇവിടെ നിർത്ത് കേട്ടോ. ആ ആ, പിന്നെ എനിക്ക് സമാധാനം. ഓർമ്മ വന്നോ? ഞങ്ങൾ ഇറങ്ങോ ചേട്ടാ? എന്തായാലും ഞാൻ കൊണ്ടാക്കാം. ഇനി നീ മോളെ ഇവിടെ നിർത്തണ്ട. ഡീ, നിനക്കിട്ടുള്ളത് ഞാൻ വന്നിട്ട് തരാം കേട്ടോ. നീ ഒരുങ്ങിയിരുന്നോ. ആ മോളെ വാ. ഓ വേഗ് വണ്ടിയിലുണ്ട്. ആ, എത്തി.